ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവായിരുന്ന മുജിബുർ റഹ്മാന്റെ മകളും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീന വാജിദ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ ഫലമായി 2024 അധികാരത്തിൽ നിന്ന് പുറത്തായി. അവർ അഴിമതിയിൽ ഏർപ്പെട്ടു എന്നാണ് ആരോപണം. ഹസീന പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധം ശക്തമായപ്പോൾ അവർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. അതിനുശേഷം ബംഗ്ലാദേശിന്റെ രക്ഷകൻ ആയി മുഹമ്മദ് യൂനിസ് അവതരിച്ചു. വിദ്യാർത്ഥികളും അദ്ദേഹത്തെ പിന്തുണച്ചു. ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യം അദ്ദേഹം ചെയ്തത് ജമായത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്നിവയിൽപ്പെട്ട 160ഓളം വരുന്ന രാഷ്ട്രീയ തടവുകാരെ ജയിലിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് അവർ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാക്കളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അവാമി ലീഗ് ഇപ്പോൾ ഇല്ലാതായതുപോലെയാണ്. മിക്ക ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പെൺമക്കൾ, സ്ത്രീകൾ എന്നിവർ റേപ്പ് ചെയ്യപ്പെടുന്നു. അവർ വീടുകൾ ആക്രമിക്കുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ആക്രമിക്കുന്നു. അവർ അവരുടെ തന്നെ ദേശീയ നേതാവായ മുജിബുർ റഹ്മാന്റെ പ്രതിമ തകർത്തു. മുഹമ്മദ് യൂനിസിനെ പാകിസ്ഥാനും അമേരിക്കൻ CIA-യുമാണ് പിന്തുണയ്ക്കുന്നത്. സർക്കാരുകളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ ആധിപത്യത്തിന്റെ മറ്റൊരു ക്ലാസിക് ഉദാഹരണം. ബംഗ്ലാദേശ് സാമ്പത്തികമായി പാകിസ്ഥാനേക്കാൾ 20 വർഷം മുന്നിലായിരുന്നു. ഇത് പാകിസ്ഥാന് ഇഷ്ടപ്പെട്ടില്ല. ബംഗ്ലാദേശിന്റെ പരുത്തി വ്യവസായം ഇന്ത്യയുടെ ദാനവും അനുഗ്രഹവുമായിരുന്നു. ഇന്ത്യയും ഹസീനയും തമ്മിലുള്ള ധാരണപ്രകാരം ഇന്ത്യയിലെ പരുത്തി വ്യവസായം ഉദ്ദേശപൂർണ്ണം കുറച്ച് ബംഗ്ലാദേശിൻ്റേത് ഉയർത്തി. ബംഗ്ലാദേശിന് സമൃദ്ധിയിലേക്കുയരാൻ സഹായിക്കാനായിരുന്നു ഇത്. ഇന്ത്യ പച്ചക്കറികളും അരികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്തു. ബംഗ്ലാദേശിൽ ലഭ്യമായ ജലം ഇന്ത്യയുടെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം ബ്രഹ്മപുത്ര നദിയിലെ ഏകദേശം 80% ജലവും ഇന്ത്യയിൽ നിന്നുള്ള ഉപനദികളിലൂടെ സമ്പുഷ്ടമാകുന്നതാണ്. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ചെയ്തിരുന്നു. ഇന്ത്യ ചെയ്ത പിഴവ് ഷെയ്ഖ് ഹസീനയെ മാത്രം പിന്തുണച്ചു എന്നതാണ്. പ്രതിപക്ഷവുമായി സഹകരിച്ചില്ലായിരുന്നു. യൂനിസ് സർക്കാർ ചുമതലയേറ്റപ്പോൾ ഇന്ത്യ എല്ലാ പിന്തുണയും നിർത്തി. അവരുടെ കോട്ടൺ വ്യവസായം തകർന്നു. അവർ സാമ്പത്തികമായി തകർന്നു. ബംഗ്ലാദേശിന്റെ 3 വശവും ഇന്ത്യയാണ്. 4ാമത്തെ വശം കടലാണ്. ഇന്ത്യയുടെ അനുഗ്രഹമില്ലാതെ ബംഗ്ലാദേശിൽ ഒന്നും നടക്കില്ല. ഭക്ഷണവും വൈദ്യുതിയും ലഭിക്കാത്തതിനാൽ അവർ കടുത്ത ദുരിതത്തിലാണ്. അവർ ഹിന്ദുക്കളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിൽ കഴിയുന്ന എല്ലാ നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും നാട്ടിലേക്ക് അയക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ തിരികെ പോയി. അവർ ഇന്ത്യയിൽ ജോലി ചെയ്ത് പണം നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്ന കാലം വലിയ വരുമാനമായിരുന്നു. ഇപ്പോൾ അതും അവസാനിച്ചു. എന്നിരുന്നാലും ഇന്ത്യ അവരെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇന്ത്യ അരി, ഉള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ 50,000-ഓളം ടൺ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളും യൂനിസിനെതിരാണ്. ഇന്ത്യയും ബംഗ്ലാദേശ് സേനയും യൂനിസിനെ തെരഞ്ഞെടുപ്പ് നടത്താൻ നിർബന്ധിക്കുന്നു. ഈയിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രതിപക്ഷ നേതാവിന് പിന്തുണയും അറിയിച്ചു. ബംഗ്ലാദേശ് സേന ഫെബ്രുവരിയിൽ ഇലക്ഷൻ വേണമെന്ന് ആണ് ആവശ്യപ്പെടുന്നത്. ഈയിടെ അവർ ഒരു ഹിന്ദുവിനെ ജീവനോടെ കത്തിച്ചു കൊന്നു. ഇത്തരം കൊലപാതകങ്ങൾ പലതവണ നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെയും അവർ കൊന്നിട്ടുണ്ട്. എന്നാലും ഹിന്ദുക്കളുടെ കൊലപാതകം മാത്രമേ വാർത്തയാകുന്നു. അതിന് കാരണം എന്താണ്? കാരണം അവർ ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിച്ച് അക്രമാവസ്ഥ സൃഷ്ടിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഈ കാര്യത്തിൽ പ്രതികരിക്കാതെ വളരെ പക്വമായ ഒരു നിലപാടാണ് എടുത്തത്. എന്തായാലും യൂനിസിന്റെ ഭരണകാലം ഉടൻ അവസാനിക്കും. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യൂനിസ് അധികാരത്തിൽ നിന്ന് പുറത്താകും. ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ ഹിന്ദു കുടുംബങ്ങളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ബംഗ്ലാദേശിലെ 70% ജനങ്ങളും റാഡിക്കൽസ് അല്ല. പുതിയ സർക്കാർ രൂപം കൊള്ളുമ്പോൾ എല്ലാ കാര്യവും ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ബംഗ്ലാദേശ് ഇന്ത്യയുടെ വരദാനമാണ്, ഇന്ത്യയുടെ സൃഷ്ടിയാണെന്നുള്ള കാര്യം ബംഗ്ലാദേശും മറക്കാതിരിക്കുക.